നാൽപ്പാമരം, കരിങ്ങാലി, മഞ്ചട്ടി, അതല്ല അതിൻ്റെ ആ റെഡ് കളർ കണ്ടാൽ മഞ്ചട്ടി എന്ന് പറയുന്ന ഒരു ഇതാണ്. ദിനേശ് കേരം, അതായത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിൽ മുഴുവൻ നമുക്ക് ഇപ്പോൾ തലയിൽ വരുന്ന ഡാൻഡ്രഫിനാണെങ്കിൽ ഉപയോഗിക്കാം. സ്കിൻ റാഷസ് കുട്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് കരപ്പൻ. ഇന്നത്തെ കാലത്ത് കരപ്പൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് കഷായ നിർമ്മാണമാണ്. കഷായ നിർമ്മാണം 3 ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ദിവസം കൂടെ എടുത്തതിന് ശേഷം ഇത് മണൽപ്പാകം എന്ന് പറയുന്നത്, അതായത് മണൽത്തരി പോലെ അതിൻ്റെ കൽക്കം ഫീൽ ചെയ്യുന്ന അളവിൽ ഇറക്കി വെക്കുന്നത്. വളരെ ചെറിയ തീയിലാണ് ഈ ഒരു ഫൈനൽ ദിവസത്തിലേക്ക് പോകുന്നത്. അതായത് ഇന്നത്തെ ദിവസം ഉച്ച കഴിയുമ്പോഴത്തേന് ഇത് പ്രിപ്പയർ ചെയ്ത് പുറത്തിറക്കും. അതിൻ്റെ ഒരു അളവ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കൽക്കം കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഈ പാത്രത്തിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു, ശരിക്കും അത് ബ്രോൺസ് വെസലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 170 കിലോയോളം വെയിറ്റ് വരുന്ന ബ്രോൺസ് വെസൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ഹീറ്റപ്പ് ആൻഡ് ഗ്രാജുവൽ ഹീറ്റ് ഡൗൺ ആണ്. വളരെ ചെറിയ സ്പീഡിൽ ചൂടാകുകയും അതുപോലെ തന്നെ തിരിച്ച് ഹീറ്റ് ഡൗൺ ആകുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്.